ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ച ജനകാത്മജാ പുരതോ മാരുതിർയസ്യ തം വന്ദേ രഘുനന്ദനം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണം. രാമകഥാമൃതത്തിൻ്റെ 8ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമദാസനായിട്ടുള്ള ഹനുമാനാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. രാമദാസനായ ഹനുമാൻ ഒരുപാട് കുട്ടികളുടെ ആരാധനാ കഥാപാത്രമാണ്. അനേകം അർത്ഥമാനങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഹനുമാൻ. വാനരശ്രേഷ്ഠനായ കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനാണ് ഹനുമാൻ. അതിശക്തനായ വാനരൻ, ചിരഞ്ജീവി, അചഞ്ചലനായ രാമഭക്തൻ, വായുവിൻ്റെയും ശിവന്റെയും ദേഹാംശം കലർന്ന കരുത്തനായ വാനരൻ. ഹനുമാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഇവിടെ നമുക്ക് കേൾക്കാനും വായിക്കാനും സാധിക്കും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശ്രീരാമനുമായി ബന്ധപ്പെടുത്തി ഹനുമാന്റെ ഉദ്ഭവം അനന്തരാമായണത്തിൽ കാണുന്നു. സന്താനലബ്ധിക്കായി ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടിയിൽ നിന്ന് ലഭിച്ച ദിവ്യമായ പായസം ദശരഥൻ ഭാര്യമാർക്കായി വീതിച്ചു കൊടുക്കുന്നു. സുമിത്രയ്ക്ക് കിട്ടിയ ഭാഗം അവർ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വച്ചപ്പോൾ ഒരു പരുന്ത് വന്ന് കൊത്തുകയും പാത്രം താഴെ വീണ് പായസം പാഴാകുകയും ചെയ്തു. മാർഗമധ്യേ പരുന്തിൻ്റെ കൊക്കിൽ നിന്ന് വീണ പായസത്തുള്ളികൾ വനത്തിൽ തപസ് ചെയ്തിരുന്ന അഞ്ജനയുടെ വിരലുകളിൽ പതിക്കുകയും അമൃത തുല്യമായ ആ പായസം കഴിച്ച അഞ്ജന ഗർഭം ധരിച്ച് ഹനുമാനെ പ്രസവിക്കുകയും ചെയ്തു. ഈ കഥയിൽ ശ്രീരാമജനനത്തോട് സാമ്യം വഹിക്കുന്ന പായസ പരാമർശമുണ്ട്. രാമജനനത്തിന് കാരണമായ ആ ഔഷധം കഴിച്ചുണ്ടായ മകനായതിനാലാകാം ഹനുമാന് അയോധ്യയുമായി ബന്ധമുണ്ടാകാനും പിന്നീട് രാമന്റെ വിശ്വസ്തദാസനും ഭക്തനുമായി മാറാനും കഴിഞ്ഞത്. വാനരൻ, നരൻ, ഈ പദങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. വാനരനിൽ നിന്നാണ് നരനുണ്ടായതെന്ന് പരിണാമ സിദ്ധാന്തം പറയുന്നു. വാലുള്ള നരനാണ് വാനരൻ. വാനരന് വാലില്ലാതായപ്പോൾ നരനുമായി. വാനരനും നരനും തമ്മിലുള്ള എല്ലാ അതിർവരമ്പുകൾക്കുമപ്പുറം മനുഷ്യത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമായി രാമായണത്തിലെ ഹനുമാൻ പ്രദക്ഷിണം വളരുന്നു. നരവാനര ബന്ധങ്ങളുടെ, രാമനുമായുള്ള ആത്മബന്ധങ്ങളുടെ പാരസ്പര്യ സുഗന്ധത്തിൽ കാഞ്ചനം ചാലിച്ച നിമിഷങ്ങളുടെ ഉടയോൻ കൂടിയാണ് ഹനുമാൻ. അരികളെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ വിജൃംഭിതമായ വീര്യം ഹനുമാനെ ഉന്മത്തനാക്കുന്നുണ്ട്. ദാക്ഷിണ്യം വേണ്ടിടത്ത് ദാക്ഷിണ്യവും നിർദാക്ഷിണ്യം വേണ്ടിടത്ത് നിർദാക്ഷിണ്യവും, അതാണ് ഹനുമാന്റെ നിലപാട്. എന്നാൽ പരമഭക്തനും വീരനുമായ അദ്ദേഹം തൻ്റെ സ്വാമിയായ രാമന്റെ മുന്നിലെത്തുമ്പോൾ വിനീതനായ ദാസനാണ്. അപ്പോൾ ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കരുത്തല്ല, ഭക്തിയാണ്. രാമനുമായി ബന്ധപ്പെട്ടതെന്തും ഹനുമാന് വിലപ്പെട്ടതാണ്.
രാമൻ ത്യജിക്കുന്നതെല്ലാം ഹനുമാനും ത്യജിക്കുന്നു. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ അപൂർവമായ ദാസദാസോഹ ബന്ധമാണിത്. കിഷ്കിന്ധാകാന്ഡത്തിലാണ് ഹനുമാൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. മാരുതി എന്ന പര്യായ ശബ്ദം പ്രയോഗിച്ചാണ് എഴുത്തച്ഛൻ ആദ്യം ഹനുമാനെ അവതരിപ്പിക്കുന്നത്. രാമലക്ഷ്മണന്മാർ തങ്ങളുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ സുഗ്രീവൻ സമീപിക്കുന്നത് മന്ത്രിയായ ഹനുമാനെയാണ്. ഹനുമാനെ സാമുദ്രിക ശാസ്ത്രത്തിലുള്ള നൈപുണ്യം വെളിവാക്കുന്ന വരികളാണ് പിന്നീട് അങ്ങോട്ട് എഴുത്തച്ഛൻ പാടുന്നത്. വക്ത്ര നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചേടു നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം. ഇവിടെ ഒരു നല്ല കഥകളി നടന് ഭാവ അഭിനയത്തിന് പറ്റിയ സാഹചര്യമാണ് എഴുത്തച്ഛൻ ഒരുക്കിയിരിക്കുന്നത്. ഹസ്തം കൊണ്ടും വക്രം കൊണ്ടും ആ പദം ആടുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു വാക്കുപോലും ഉരിയാടാതെ ആഗതരുടെ മുഖഭാവം തിരിച്ചറിയാനുള്ള ഹനുമാന്റെ പാടവമാണ് ഈ വരികളിലുള്ളത്. ആഭിജാത്യമുള്ള വാക്കുകളാൽ രാമലക്ഷ്മണന്മാരോട് സംസാരിക്കുന്ന മഹാപണ്ഡിതനായ ഹനുമാനെ കുറിച്ചുള്ള രാമന്റെ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. രണ്ട് മഹാവ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പരസ്പര ആകർഷണത്തിന്റെ വെളിപാടുകളാണവ. രാമൻ ഹനുമാനെ പറ്റി പറയുന്നത് നോക്കുക. പശ്യസഖേ വടരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടുനിർണയം. ആദ്യമായി സംസ്കൃതം സംസാരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വാൽമീകി രാമായണത്തിലെ ഹനുമാന്റെയും രാമന്റെയും സംഭാഷണ ഭാഗങ്ങളാണ്. ശബ്ദശാസ്ത്രം മുഴുവൻ പഠിച്ച ആളാണ് ഹനുമാൻ. വ്യാകരണ വിരുദ്ധമായ ഒരു ശബ്ദം പോലും ആ നാവിൽ നിന്നും വരില്ല. സൂര്യഭഗവാനിൽ നിന്നാണ് ഹനുമാൻ വ്യാകരണം പഠിച്ചത്. വളരെ ചെറുപ്പത്തിൽ തുടുത്തുപഴുത്ത പഴമാണെന്ന് കരുതി സൂര്യഭഗവാനെ പിടിച്ചു വിഴുങ്ങുവാൻ പോയതാണ് ഹനുമാൻ. സൂര്യന് അഭിമുഖമായി പിറകോട്ട് സൂര്യവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് 60 നാഴികക്കുള്ളിൽ 4 വേദവും 6 ശാസ്ത്രവും വിശദമായി പഠിച്ചത്. ഹനുമാന്റെ വൈയാകരണ പഠിത്വം വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. ആ വരികൾ വള്ളത്തോൾ നാരായണമേനോന്റെ വിവർത്തനത്തിലൂടെ കേട്ടാൽ, ഇവൻ വ്യാകരണം സർവം ബഹുധാ കേട്ടിരിക്കുമേ, വളരെ ചൊന്നതിൽ പെട്ടീലീ വന്നൊരപശബ്ദവും കണ്ണുകൾക്കും മുഖത്തിനും നെറ്റിക്കും പുരികത്തിനും മറ്റുള്ള അവയവങ്ങൾക്കും ഗോഷ്ഠികണ്ഠിയിലൊരിടവും ചുരുങ്ങിയും വെളിപ്പെട്ടും വൈകാതെ വെമ്പിടാതെയും ഉരസ്തം കണ്ടകം വാക്യം നിൽപ്പൂ മധ്യസ്വരത്തിലായി ശബ്ദശുദ്ധിക്രമത്തോടെ വൈകാതെ വെമ്പിടാതെയും സംസാരിപ്പൂ ഗുണം കൂടും മനോഹരവചസ്സിനെ. വാൽമീകിയാണ് ഹനുമാന്റെ ഭാഷാശാസ്ത്രജ്ഞാനത്തെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. നാനൃഗ്വേദ വിനീതസ്യ നായജുർവേദധാരിണ നാ സാമവേദ വിദുഷ ശക്യമേവം പ്രഭാഷിതം. ഈ വിധം വിദ്വാനായ ഹനുമാൻ വാനരനായിരിക്കില്ല. വാനരജാതി മനുഷ്യർക്കിടയിലെ വിശേഷ ജാതി വിഭാഗമായിരിക്കാം. വാല്
അവർ ഒരു അലങ്കാര ചിഹ്നമായിട്ടായിരിക്കാം ഉപയോഗിച്ചത്. വാനരത്തെ കൊടി അടയാളമാക്കി സ്വീകരിച്ച ഗോത്ര വംശജരായിരിക്കാം ബാലി സുഗ്രീവന്മാരും ഹനുമാനും. മാനുഷിക സിദ്ധികൾ കവികൾക്ക് കരഗതമാകുകയില്ലല്ലോ. അധ്യാത്മരാമായണം മൂലത്തിൽ ഹനുമാന്റെ വാഗ്മിത്വത്തെ ഇങ്ങനെ പറയുന്നു: പശ്യീനം വടുരൂപിണം ശബ്ദശാസ്ത്രമശേഷേണ ശ്രുതം നൂനമനേകഥ അനേന ഭാഷിതം കൃഷ്ണം ന കിഞ്ചിത് അപശബ്ദിതം. എഴുത്തച്ഛന്റെ വിവർത്തനത്തിൽ ഇതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള ബന്ധം അവിടെ മുതൽ രൂഢമൂലമാകുകയാണ്. സീതാന്വേഷണത്തിനായി ബാലിവധാനന്തരം കവിവീരന്മാരെ പല ഭാഗത്തേക്ക് അയക്കുന്നതും മറ്റും ഹനുമാന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ കിഷ്കിന്ധ രാജ്യം ലഭിച്ചിട്ടും രാജാധികാരത്തിന്റെ ശീതളഛായയിൽ ദൗത്യം മറന്ന സുഗ്രീവനെ വധിക്കാൻ ഉദ്യമിച്ച ലക്ഷ്മണനോട് മാരുതി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കുകയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ. കൊല്ലാൻ വന്നവനെ ശാന്തനാക്കി തന്റെ സ്വാമിയെ രക്ഷിക്കുന്നതിൽ മന്ത്രിയായ ഹനുമാന്റെ ചാതുര്യമാണ് ഈ വാക്കുകളിൽ കാണുന്നത്. ഉചിതമായി ഇടപെടുന്നവനാണ് സജീവൻ. ഹനുമാൻ ഉത്തമനായ സജീവനാണ്. എന്നാൽ ഹിതകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് രാജാവിനെ വഴിതെറ്റി നടത്തുന്ന സ്തുതി പാഠകനല്ല ഹനുമാൻ. ലക്ഷ്മണന്റെ വരവിന് മുമ്പേ ഹനുമാൻ ഉടമ്പടി മറന്ന സുഗ്രീവനെ ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട്. അപ്രിയമായ സത്യങ്ങൾ മറച്ചുവെച്ച് ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ ഹനുമാന്റെ ഇടപെടലുകളെ കുറിച്ച് അറിയേണ്ടതാണ്. രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരയുമായിരുന്നു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവ പരശോധവാതവ മൃത്യുഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. രാമായണം രചിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഒരു കേളികേട്ട ശൈലിയായി, ജീവിത സത്യമായി, തത്വചിന്തയുടെ ഏറ്റവും സരളാർത്ഥ സാരമായി വിളങ്ങുന്ന ആ വാക്യം ഹനുമാന്റെ നാവിൽ നിന്നാണ് വാർന്നു വീണിട്ടുള്ളത്. സംസ്കാരക്രമ സമ്പന്നമാണ് ഹനുമാന്റെ ഭാഷ. സംശയരഹിതവും അസന്ദിഗ്ധവുമാണ് ആ വാക്കുകൾ. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മുടെ ആധുനിക കാലത്തെ സജീവന്മാർ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മാരുത വേഗവുമായി ഹനുമാന്റെ ബാക്കി കഥാഭാഗങ്ങളുമായി രാമായണ കഥാമൃതത്തിലൂടെ നാളെ ശ്രവിക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.